ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ രക്ഷിക്കാനായി, നമ്മെ വീണ്ടെടുക്കാനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന പുത്രൻ തമ്പുരാനായ ഈശോയുടെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ്. പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങളെല്ലാം ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസുകളായി മാറാറുണ്ടെങ്കിലും ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്മസ് സാധ്യമല്ല. ഇന്ന് നമുക്ക് ഈശോയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈശോയെ ഒന്ന് പരിചയപ്പെടാം. പുതിയ നിയമം ഈശോയെ അവതരിപ്പിക്കുന്നത് പല പേരുകളിലൂടെയാണ്. പ്രവാചകൻ, മിശിഹ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, കർത്താവ്, ദൈവം തുടങ്ങിയ പേരുകളെല്ലാം ഈശോയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അന്നാട്ടിലുണ്ടായിരുന്ന സാധാരണ ജനങ്ങൾ ഈശോയെ ഒരു പ്രവാചകനായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ. പക്ഷെ ഈശോ ആകട്ടെ ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ദൈവപുത്രനാണ്. ഈശോ ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 16, 41, 42 വാക്യങ്ങളിൽ പ്രവാചകനേക്കാൾ വലിയവനായാണ് ഈശോ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഈശോ തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ച പേരാണ് മനുഷ്യപുത്രൻ. സുവിശേഷങ്ങളിൽ 83 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന പ്രയോഗം കാണാം. പഴയ നിയമത്തിൽ എസെക്കിയേൽ, ദാനിയേൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ മനുഷ്യപുത്രൻ എന്ന പരാമർശം നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ 3 തരം പ്രസ്താവനകളാണ് നാം മനുഷ്യപുത്രനെ പറ്റി കാണുന്നത്. ഒന്ന്, ഈശോയുടെ ഈ ഭൂമിയിലെ ദൗത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി. 2, സഹിക്കുന്ന മനുഷ്യപുത്രൻ. പഴയ നിയമത്തിൽ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ സഹനദാസനാണ് യേശു എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. 3, ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളിൽ വാനമേഘങ്ങളിൽ വരുന്ന വിധിയാളനായ മനുഷ്യപുത്രൻ. യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സഹനത്തെയും സമന്വയിപ്പിക്കുന്ന മനോഹരമായ ഒരു നാമമാണ് മനുഷ്യപുത്രൻ എന്നത്. മൂന്നാമതായി ഈശോയെ സൂചിപ്പിക്കുന്ന പദമാണ് മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു. മിശിഹ എന്ന സുറിയാനി വാക്കിനും ക്രിസ്തു എന്ന ഗ്രീക്ക് വാക്കിനും അഭിഷിക്തൻ എന്നാണ് അർത്ഥം. 2000 വർഷങ്ങൾ ഇസ്രായേൽ ജനത ഒരു മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 2000 വർഷങ്ങൾ ക്രിസ്ത്യാനികൾ യേശുവിനെ ക്രിസ്തുവായി ഏറ്റുപറയുന്നു. പഴയ നിയമത്തിൽ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ സംഗ്രഹം ഇങ്ങനെയാണ്. മിശിഹ തന്റെ ദൗത്യം നിറവേറ്റുന്നത് ഈ ഭൂമിയിലാണ്. മിശിഹ വരുന്നതോടെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. യുദ്ധപ്രിയനോ സമാധാനപ്രിയനോ ആയിരുന്നാലും മിശിഹ ഇസ്രായേലിന്റെ രാജാവായിരിക്കും. ദാവീദ് വംശത്തിൽ പിറക്കുന്ന ഒരു രാജാവായിരിക്കും മിശിഹ. മിശിഹായെക്കുറിച്ച് സങ്കീർണവും വ്യത്യസ്തവുമായ ഈ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതുകൊണ്ട് യേശു ഈ പേര് ഉപയോഗിച്ചു കാണുന്നില്ല. പക്ഷേ മറ്റുള്ളവർ ഈശോയെ മിശിഹായായി ഏറ്റുപറയുന്നുണ്ട്. യേശു മിശിഹായാണെന്ന പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങളാണ് ഉള്ളത്. ഒന്ന്, കേസരിയ ഫിലിപ്പിയായിലെ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും. 2, സെൻഹീദ്രിൻ കൗൺസിൽ മുൻപാകെ പ്രധാന പുരോഹിതന്റെ ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരവും. താൻ മിശിഹായാണെന്ന അവബോധം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാന്റെ ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം അതിന്റെ തെളിവാണ്. യേശു ക്രിസ്തു തന്റെ പൂർത്തീകരണ ദൗത്യം നിറവേറ്റുന്നത് രാജകീയ അധികാരത്തിലൂടെയല്ല, കുരിശിലെ സഹനങ്ങളിലൂടെയാണ്. പുതിയ നിയമം യേശുവിനെ ദൈവപുത്രനായി ഏറ്റുപറയുന്നുണ്ട്. യേശുവിന്റെ ബാല്യകാല വിവരണങ്ങൾ ദൈവപുത്രസ്ഥാനം മനോഹരമായി ചിത്രീകരിക്കുന്നു. മാമോദിസ വേളയിലും രൂപാന്തരണ സമയത്തും പിതാവായ ദൈവം യേശുവിന്റെ ദൈവപുത്രസ്ഥാനം പ്രഖ്യാപിക്കുന്നുണ്ട്. താൻ ദൈവപുത്രനാണെന്ന അവബോധം യേശു പ്രകടിപ്പിച്ചത് തന്റെ അബ്ബ പ്രാർത്ഥനയിലൂടെയാണ്. സകലത്തിന്റെയും നാഥൻ, പ്രപഞ്ചകർത്താവ് എന്നെല്ലാം ദൈവത്തെ വിളിച്ചിരുന്ന യഹൂദരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി യേശു ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുകയും അങ്ങനെ വിളിക്കാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നത് കുരിശിലെ മരണത്തിലൂടെയാണ്. ഈശോയെ സൂചിപ്പിക്കുന്ന മറ്റൊരു പദമാണ് കർത്താവ്, ലോർഡ് കീരിയോസ്. പഴയ നിയമത്തിൽ ദൈവത്തെയാണ് കർത്താവെന്ന് വിളിച്ചിരുന്നത്. ദൈവത്തെ കർത്താവെന്ന് വിളിച്ചിരുന്ന സമൂഹം യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നതിലൂടെ അവിടുത്തെ ദൈവത്വമാണ് അംഗീകരിച്ചിരുന്നത്. ഈ നിയമത്തിൽ ദൈവത്തെ കർത്താവെന്ന് വിളിക്കുന്ന ഭാഗങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ ഉദ്ധരിക്കുന്നതിലൂടെ ശ്ലീഹന്മാർ ലേഖനങ്ങളിലൂടെ ക്രിസ്തു ദൈവം തന്നെയാണെന്ന് ഏറ്റുപറയുന്നു. ഏറ്റവും പഴക്കമുള്ള ചെറിയ പ്രാർത്ഥനയാണ് മാറനാഥ, കർത്താവെ വേഗം വരണമേ. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും വെളിപാട് പുസ്തകത്തിലുമാണ് നാം ഈ പ്രാർത്ഥന കാണുന്നത്. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്നുള്ള തോമസിന്റെ പ്രഖ്യാപനം യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അംഗീകാര മുദ്രയാണ്. ഈ നിയമം യേശുവിനെ ദൈവമായാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്വം സൂചിപ്പിക്കുന്ന ധാരാളം വചനഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങൾ
ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 8-9 വചനങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 1:1, 1:18, 20-28 എന്നീ വചനങ്ങളാണ്. സാബത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും ദേവാലയമാണ് താനെന്ന യേശുവിന്റെ പ്രസ്താവനയും ദൈവത്തിന് മാത്രം അർഹമായ ആരാധന യേശുവിന് നൽകുന്നതും യേശു ദൈവമാണെന്നതിന്റെ പുതിയ നിയമ സാക്ഷ്യങ്ങളാണ്. ഈശോയുടെ സന്ദേശം ദൈവരാജ്യമായിരുന്നു. ഈശോയുടെ ജീവചരിത്രത്തിലെ നിഷേധിക്കാനാവാത്ത ചരിത്ര വസ്തുതയാണ് ഈശോയുടെ കുരിശുമരണം. യേശുവിന്റെ മരണത്തിന്റെ രക്ഷാകരമായ അർത്ഥത്തിന് 5 തലങ്ങളാണ് ഉള്ളത്. 1. പിതാവ് പുത്രനെ കൈമാറുന്നു. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി അവനെ പോലും നൽകുന്ന സ്നേഹനിധിയായ പിതാവ്. 2. പകരം നിൽക്കുന്നു. ക്രിസ്തു മനുഷ്യരുടെ സ്ഥാനത്തു നിന്ന് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു. 3. പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. തന്റെ കുരിശുമരണത്തിലൂടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. 4. കുരിശുമരണത്തിലൂടെ ത്രിയേക ദൈവത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നു. ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈശോയുടെ കുരിശുമരണമാണ്. പാപപരിഹാരാർത്ഥമുള്ള യേശുവിന്റെ മരണം ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ് ഈശോയുടെ കുരിശുമരണത്തിന്റെ 5-ാമത്തെ തലം. യേശുവിന്റെ മരണവും പെസഹ കുഞ്ഞാടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ മരണം പുതിയ പുറപ്പാടിന് ഒരുക്കമായുള്ള കുഞ്ഞാടിന്റെ രക്തം ചിന്തലാണ്. കുരിശുമരണത്തിന് ശേഷമുള്ള ഈശോയുടെ ഉത്ഥാനം പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു ചരിത്ര വസ്തുത കൂടെയാണ്. ശൂന്യമായ കല്ലറയും ഉത്ഥാനാനന്തര പ്രത്യക്ഷങ്ങളും ഉത്ഥാന യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ലോകരക്ഷകനായാണ് പുതിയ നിയമം യേശുവിനെ ചിത്രീകരിക്കുന്നത്. യേശു ഏകരക്ഷകനാണ് എന്ന് പ്രഘോഷിക്കുന്നതിന്റെ അർത്ഥം ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും രക്ഷിക്കുന്നു എന്നാണ്. ക്രിസ്തുവിന് തുല്യനായി മറ്റൊരാളില്ല. രക്ഷ അതിന്റെ പൂർണ്ണതയിൽ യേശുവാണ് നൽകുന്നത്. ഈ സത്യം പുതിയ നിയമത്തിൽ ഉടനീളം പ്രകടമാണ്. നമ്മെ രക്ഷിക്കാനായി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച ഈശോയെക്കുറിച്ചുള്ള ബൈബിളിന്റെ വെളിച്ചത്തിലുള്ള അന്വേഷണമായിരുന്നു നമ്മൾ ഇന്ന് നടത്തിയത്. ചരിത്രപരമായ ഈശോയെക്കുറിച്ചുള്ള വസ്തുതകൾ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. ഈശോയെക്കുറിച്ചുള്ള അന്വേഷണം എപ്പോഴും എത്തി നിൽക്കേണ്ടത് യേശു എനിക്ക് ആരാണ് എന്നുള്ള ചോദ്യത്തിലാണ്. ഇന്നത്തെ ദിവസം പേഴ്സണൽ പ്രേയറിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈശോ ആരാണ്? ഹൂ ഇസ് ജീസസ് ടു മീ? അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ പൗരസ്ത്യ സുറിയാനി അല്ലെങ്കിൽ കൽദായ പാരമ്പര്യത്തിൽപ്പെട്ട മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രബ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പുൽക്കൂട്.